മിട്ടി മേ മിലാ ദേംഗെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ മുന്നറിയിപ്പാണ്. തീവ്രവാദത്തിന്റെ മണ്ണ് നിലം പരിശാക്കും. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ശിക്ഷ നൽകിയിരിക്കും. അതിന് ഏതു മാർഗവും സ്വീകരിക്കും. ലക്ഷ്യം തന്നെയാണ് പ്രധാനം. കാരണം ഇത് നമ്മൾ ഇന്ത്യക്കാരുടെ ഹൃദയത്തിനേറ്റ മുറിവാണ്. തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക്. സിന്ധു നദീജല കരാർ റദ്ദാക്കി. വാഗ അഠാരി അതിർത്തിയിലെ ബീറ്റിംഗ് ദ റിട്രീറ്റ് നിർത്തിവെക്കും. പാക് പൗരന്മാർക്ക് വീസ നൽകില്ല. നിലവിലെ വീസകൾ റദ്ദാക്കും. പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കി. യുദ്ധകാലത്ത് പോലും സ്വീകരിക്കാത്ത നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നു. ആയുധം കൊണ്ടും പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്നു ഭാരതം. INS സൂററ്റിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചുകൊണ്ടുള്ള അഭ്യാസ പ്രകടനം. INS വിക്രാന്ത് ആകട്ടെ ഉൾക്കടലിലേക്ക് നീങ്ങുന്നു. നിയന്ത്രണ രേഖയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുന്നു. തയ്യാറെടുക്കാൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു. ലോകത്തെ 4ാമത്തെ വലിയ സൈനിക ശക്തിയായ ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. മറുവശത്ത് മിസൈൽ പരീക്ഷണത്തിനൊരുങ്ങുന്നു പാകിസ്ഥാൻ. തിരിച്ചടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. എത്ര കൊണ്ടാലും പഠിക്കാത്തവർക്ക് ഇനി എന്താകും ശിക്ഷ? യുദ്ധസമാന സാഹചര്യം ഉടലെടുക്കുമ്പോൾ ഭീകരതയ്ക്ക് മാപ്പില്ലെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നത്തെ ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതി.